ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ ചേർത്ത കുലുക്കി സർബത്ത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ മാങ്ങ ഞാനിപ്പോൾ എടുത്ത മാങ്ങയ്ക്ക് ഒരുപാട് പുളിയില്ല, അതുകൊണ്ട് തന്നെ ഒരു മാങ്ങ മുഴുവനായിട്ടും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മാങ്ങയ്ക്ക് നല്ല പുളി ഉണ്ടെങ്കിൽ ഒരു മാങ്ങ മുഴുവനായിട്ടും എടുക്കണ്ട, അതിൻ്റെ ഒരു പകുതി ഭാഗം എടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് കസ്കസാണ്. കസ്കസ് നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഷുഗർ സിറപ്പ് വേണം, അത് നമ്മുടെ മധുരത്തിനനുസരിച്ച് നോക്കി ചേർക്കാം. ഇപ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 ഗ്ലാസ് പഞ്ചസാര എടുത്തെങ്കിൽ അതിലേക്ക് അര ഗ്ലാസ് വെള്ളം ചേർത്ത് നല്ലതുപോലെ തിളപ്പിച്ചെടുത്താൽ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡിയായി കിട്ടും. പിന്നെ ഒരു ചെറുനാരങ്ങ വേണം. പിന്നെ 2 പച്ചമുളക് നടുക്കെ കീറി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചേർക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങയും പിന്നെ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് നല്ല തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ 2 ഗ്ലാസ്സാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നല്ലതുപോലെ അരച്ചെടുക്കണം. അപ്പോൾ ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റാം. ഇതേപോലെ സ്ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് സർബത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ ഒരു ബോട്ടിലാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഈ മാങ്ങയുടെ ജ്യൂസ് ഈ ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി കസ്കസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. ഇനി ചെറുനാരങ്ങയുടെ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു ചെറിയൊരു ചെറുനാരങ്ങ ആയതുകൊണ്ട് ഞാൻ മുഴുവനായിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തോല് കൂടി നമുക്ക് ഇതിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഐസ് ക്യൂബ്സും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് അടച്ചതിന് ശേഷം നല്ലതുപോലെ കുലുക്കിയെടുക്കണം. അപ്പോൾ ഇതൊരു 10 മിനിറ്റെങ്കിലും നല്ലതുപോലെ കുലുക്കിയെടുക്കണം. ആ പച്ചമുളകും നാരങ്ങയൊക്കെ നല്ലതുപോലെ മിക്സായി കിട്ടും. ഇപ്പോൾ നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗ്ലാസ്സിലേക്ക് ആദ്യം തന്നെ കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ 2 ഗ്ലാസ്സാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുലുക്കി സർബത്താണിത്. നല്ല മാങ്ങയുടെ ഒക്കെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. പിന്നെ ഇത് ഒരിക്കലും ഇത് ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഒരു പ്രാവശ്യം ഇത് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും, അത്രയ്ക്കും ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കണം. താങ്ക് യു.